ടാറ്റ വളരെ വിജിലൻ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. റിയർ ബ്രേക്കിന് സെറ്റ് അവർ മാറ്റിയിട്ട് അത് അപ്ഡേഷൻ നടത്തി ഇപ്പോൾ ഓക്കെയാണ്. ഇത് ടാറ്റയുടെ ഒരു പഴയ കാലത്ത് നിന്ന് ടാറ്റ മാറിയിട്ടുണ്ട്. ഞാനൊരു ബിഗ് സല്യൂട്ട്, ബിഗ് താങ്ക്സ് ടാറ്റയോട് പറയാം. ഞാൻ അത്ര വലിയൊരു വ്ളോഗറോ ഇൻഫ്ലുവൻസറോ ഒന്നുമല്ല. ടാറ്റയുടെ സർവീസ് പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നുണ്ട്. പോസിറ്റീവ് വേണ്ട, പറയാതിരിക്കാൻ കഴിയില്ല. നമസ്കാരം. എനിക്ക് ഒരു 2 ദിവസം മുന്നേ ഞാൻ ഈ 5 GB എടുത്ത പെരുന്തമണ്ണ KVR ടാറ്റയിൽ നിന്ന് ഒരു കോൾ വന്നു. അപ്പോൾ എന്നോട് പറഞ്ഞത് നിങ്ങളുടെ വണ്ടിക്ക് ഒരു ബ്രേക്കിൻ്റെ അപ്ഡേഷൻ ഉണ്ട്, അപ്പോൾ അതൊന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പനി കൊണ്ടുവരണമെന്ന് പറഞ്ഞു, സർവീസ് സെൻറ്റർ കൊണ്ടുവരണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ വണ്ടിക്ക് കംപ്ലയിൻ്റ് ഒന്നും ഇല്ലല്ലോ, എനിക്ക് ബ്രേക്കിൽ യാതൊരു കംപ്ലയിൻറ്റ് തോന്നിയിട്ടില്ല. അപ്പോൾ അവർ പറഞ്ഞത് അത് നിങ്ങളുടെ വണ്ടിയുടെ കംപ്ലയിൻ്റ് ആയിട്ട് തോന്നുന്നതല്ല, അത് ടാറ്റയുടെ നിർദ്ദേശമാണ്. നിങ്ങളുടെ ആ ബാച്ചിൽപ്പെട്ട എല്ലാ വണ്ടികളുടെയും ഈ ബ്രേക്ക് ഒന്ന് അപ്ഡേഷൻ നടത്താണ്ട് അപ്പോൾ നിങ്ങളൊന്ന് കൊണ്ടുവരണമെന്ന് പറഞ്ഞു. ശരി, 2 ദിവസം കൊണ്ട് കൊണ്ടുവരാമെന്ന് പറഞ്ഞ് ഞാൻ വെച്ചു. അപ്പോൾ ഈ വിഷയത്തിൽ എൻ്റെ മനസ്സിൽ ഈ വിളി എപ്പോഴും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്, ടാറ്റയുടെ ഈ വിളി എപ്പോഴും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം വെച്ചാൽ നമ്മുടെ ഗ്രൂപ്പിൽ ചർച്ച വന്നിട്ടുണ്ടായിരുന്നു, തിരുവനന്തപുരത്തുള്ള ഒരു ജോൺസ് എന്ന് പറയുന്ന ഒരാളുടെ വണ്ടിക്ക് ഇതേപോലെ ഒരു കോൾ വന്നിട്ടുണ്ടായിരുന്നു. അവരത് ബ്രേക്ക് അപ്ഡേറ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ഒരു മെസ്സേജ് ഞാൻ വായിച്ചിരുന്നു. മാത്രമല്ല അപ്ഡേറ്റ് ചെയ്ത ശേഷം അവർക്ക് എന്തോ വീണ്ടും ബ്രേക്കുമായി ബന്ധപ്പെട്ട് ചെറിയ പ്രയാസം ഉണ്ടായി എന്നൊക്കെ പറഞ്ഞു. പക്ഷേ പിന്നെ പരിഹരിച്ചു പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ വിളി പ്രതീക്ഷയോടിരിക്കുകയാണ്. കാരണം എൻ്റെതും ആ ബാച്ചായിരുന്നു. കാരണം അയാളുടെ വണ്ടി, ജോൺസന്റെ വണ്ടി ഫസ്റ്റ് ഇറങ്ങിയ വണ്ടിയാണ് പറഞ്ഞത്. അപ്പോൾ എൻ്റെ വണ്ടി തന്നെ ഇവിടെ പെരുന്തമണ്ണ ഫസ്റ്റ് ഇറങ്ങിയ വണ്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനത് എപ്പോഴും പ്രതീക്ഷിക്കുന്നുണ്ട്, ഒരു കോള് വരും, ഇത് വന്നോടുകൂടി, ഈ മെസ്സേജ് ഗ്രൂപ്പിൽ വന്നോടുകൂടി എനിക്കും വരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. വേറെയും 2-3 ആളുകൾക്ക് ഗ്രൂപ്പിൽ മെസ്സേജ് വന്നിട്ട് പറഞ്ഞു, അവരും ചെയ്തു പറഞ്ഞു. അപ്പോൾ ഞാനും എൻ്റെ വണ്ടി ഇങ്ങനെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്നലെ നമ്മുടെ പെരുന്തമണ്ണ KVR ടാറ്റയിൽ കൊണ്ടുപോയി കൊടുത്തു. അവർ പറയുന്നത് നമ്മുടെ EVയുടെ റിയർ ബ്രേക്ക് അസിസ്റ്റൻറ്റ് ബാക്കിലെയാണ്, ലെഫ്റ്റും റൈറ്റും രണ്ടും ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ അതിൻ്റെ കൂടെ അതിൻ്റെ അപ്ഡേഷൻ ഉണ്ട്. അപ്പോൾ ആ സമയത്താണ്, ഇത് പറയുന്ന സമയത്താണ് ചെയ്യാൻ വേണ്ടി വണ്ടി പെരുന്തമണ്ണ KVRൽ ഇരിക്കുന്ന സമയത്താണ് എനിക്ക് ടാറ്റയിൽ നിന്ന് നേരത്തെ ഇട്ട വീഡിയോയുടെ ആ ബഗ്ഗിൻ്റെ കോൾ വന്നത്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു എൻ്റെ വണ്ടി ഇപ്പോൾ ഉള്ളത് KVR ടാറ്റയിലാണ്, ഞാനിപ്പോൾ ഇതിൻ്റെ ഈ ഒരു റിയർ ബ്രേക്കിൻ്റെ അപ്ഡേഷന് വേണ്ടി വന്നതാണ്. അപ്പോൾ അവർ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഈ പരാതി കൂടെ അവിടെ പറയൂ, അതിൻ്റെ പരിഹാരം അവിടെ തന്നെ റെഡിയാവും. റെഡി ആയില്ല എങ്കിൽ, നിങ്ങൾക്ക് ആ പരിഹാരം റെഡി ആയില്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു നമ്പർ തന്നു, അവരുടെ നമ്പർ തന്നു, ഈ നമ്പറിൽ തിരിച്ച് വിളിക്കണമെന്ന് പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞു. വേറെ കംപ്ലയിൻ്റ് ഒന്നും പറയാനില്ലായിരുന്നു, അവർ അങ്ങോട്ട് വിളിപ്പിച്ചതാണ്. അങ്ങനെ അതിൻ്റെ കൂടെ എന്ത് ചെയ്തു, ഈ ക്രിട്ടിക്കൽ കെയറിൻ്റെ പരാതി കൂടെ പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു വൈകുന്നേരം കിട്ടുന്നതായിരുന്നു. പക്ഷേ അവർ പറഞ്ഞു അത് മാഷെ കിട്ടാൻ പ്രയാസമാണ്. കാരണം വെച്ചാൽ മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. ഞാൻ ഫസ്റ്റ് 3000 സർവീസ് ചെയ്ത സമയത്ത് ഞാൻ വീഡിയോയിൽ പറഞ്ഞിരുന്നു എൻ്റെ ബോഡി വാഷിങ് ഞാനത് ചെയ്തിട്ടില്ലായിരുന്നു, അത് അടുത്ത പ്രാവശ്യം ചെയ്യാൻ വെച്ചേക്കായിരുന്നു. അന്നേരം ഞാൻ അമൃതയിലൊക്കെ പോയി, കൊച്ചിയൊക്കെ പോയി വന്നപ്പോഴേക്ക് വണ്ടി ആകെ ചളി പൊടി കിടക്കിയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആ വാഷിങ്ങും കൂടെ അവർ ഇതിൽ ചെയ്യാമെന്ന് പറഞ്ഞു. അന്ന് മാറ്റി വെച്ച വാഷിങ് ഇതിൽ ഫ്രീ ആയിട്ട് ഇതിൽ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ വാഷിങ്ങും അപ്ഡേഷനും, ഈ അപ്ഡേഷൻ സമയം പിടിക്കുന്നുണ്ട് കേട്ടോ. അപ്ഡേഷൻ എന്ന് വെച്ചാൽ കമ്പ്യൂട്ടർ ഇട്ട് കഴിഞ്ഞാൽ എത്ര സമയമാണെന്ന് പറയാൻ വയ്യ. അപ്പോൾ അതുകൊണ്ട് അവർ പറഞ്ഞു ആദ്യം ബ്രേക്കിൻ്റെ 2 സെറ്റ് മാറ്റിയാണ്. ഏകദേശം 6330 രൂപ വിലയുള്ള, GST ഇല്ലാതെ തന്നെ വിലയുള്ള ലെഫ്റ്റും റൈറ്റും, അപ്പോൾ ഏകദേശം 13,000 സാധനത്തിന് അവർ മാറ്റുന്നുണ്ട് ബ്രേക്ക്. അത് മാറ്റിയ ശേഷം അതിൻ്റെ അപ്ഡേഷൻ നടത്തുന്നുണ്ട്. നമ്മൾ ഫ്രീ ആണ്, പൈസ ഒന്നുമില്ല, കമ്പനി ചെയ്യുന്നതാണ്. ഇതാണ് ഞാൻ ഇന്ന് പറഞ്ഞ ആ കംപ്ലയിൻ്റ് അവർ പരിഹരിച്ചത്. റിയർ ബ്രേക്ക് അസിസ്റ്റൻറ്റ്, അത് ലെഫ്റ്റും റൈറ്റും ബാക്ക് സൈഡിലാണ് അപ്ഡേഷൻ നടന്നത്. 2 അപ്ഡേഷനും, ഒന്ന് ഇതിൻ്റെ ബ്രേക്കിൻ്റെ അപ്ഡേഷനും, രണ്ടാമത് നേരത്തെ പറഞ്ഞ ക്രിട്ടിക്കൽ അലർട്ടിൻ്റെ അപ്ഡേഷനും. ഒക്കെ അതിൻ്റെ റേറ്റാണ് ഈ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ആ വർക്ക്, ആ ബ്രേക്കിന് ഫുള്ള് വർക്ക് ചെയ്തതിന് ശേഷം ഓടിച്ചു നോക്കി അവർ അപ്ഡേഷൻ നടത്തിയതിന് ശേഷം അപ്പോൾ അവർ എന്നെ വിളിച്ചിരുന്നു, മാഷേ നിങ്ങൾ വണ്ടി ഇന്ന് തരാൻ കഴിയാൻ കാരണം ഒരു അപ്ഡേഷൻ കൂടെ ഉണ്ട്. ഏതാണ്, ആ ടാറ്റയിൽ നമ്മൾ പറഞ്ഞ ആ ബഗ്ഗിൻ്റെ പ്രശ്നത്തിന് അപ്ഡേഷൻ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. നിങ്ങൾ പറഞ്ഞ ക്രിട്ടിക്കൽ കെയറിന് അപ്ഡേഷൻ വന്നിട്ടുണ്ട്, അതും കൂടെ ചെയ്തിട്ട് നാളെ തരാമെന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ വണ്ടിയോടെ വെച്ച് പോന്ന്. ഇന്ന് ഞാനിപ്പോൾ അത് വണ്ടി പോയിട്ട് അവിടെ നിന്ന് പിക്ക് ചെയ്ത് പോന്നു. അപ്പോൾ നന്നായി നല്ല വൃത്തിയാക്കിയിട്ടുണ്ട്, നല്ല വാഷ് ചെയ്തിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഇന്ത്യയുടെ ഉള്ളൊക്കെ ചെയ്തിട്ടുണ്ട്. അതേപോലെ ബ്രേക്കിൻ്റെ പ്രശ്നമൊന്നും കാണുന്നില്ല. ഇപ്പോൾ ഒക്കെ ഓക്കെയാണ്.
ബഗ്ഗിൻ്റെ പ്രശ്നം കാണുന്നില്ല. ഞാൻ ഐറാപ്പ് ഉപയോഗിച്ച് ഒന്ന് ഓണാക്കി നോക്കി, പ്രശ്നമൊന്നും കാണുന്നില്ല. എന്തായാലും എനിക്ക് ടാറ്റയോട് നന്ദി പറയാനുള്ളതെന്ന് വെച്ചാൽ, ഞാൻ ആ വീഡിയോ ഇട്ട ഉടനെ മണിക്കൂറുകൾക്കകം ഒരു വീഡിയോ അവർ കണ്ടു, അതിലവർ കമൻറ്റ് ചെയ്തു. അതിനുശേഷം അവർ അന്ന് എന്നെ വിളിച്ചിട്ട് സംസാരിച്ച് വണ്ടി ഇന്ന സർവീസ് സെൻ്ററിലാണെന്ന് പറഞ്ഞപ്പോൾ ഉടൻ നിങ്ങളെ വണ്ടിയുടെ പ്രശ്നം പരിഹരിക്കാമെന്ന് പറഞ്ഞു. ഒറ്റ ദിവസം കൊണ്ട് അവരതിന് അതുവരെ ഇല്ലാത്ത അപ്ഡേഷൻ, കാരണം ഞാൻ അതിന് മുന്നേ നോക്കിയപ്പോൾ അപ്ഡേഷൻ ഇല്ലായിരുന്നു. ഞാൻ ആ വീഡിയോ ചെയ്ത സമയത്ത് എന്നോട് പലരും ചോദിച്ചിരുന്നു, എന്താ നമ്മുടെ കാര്യമുള്ളത്, ടാറ്റയുടെ വണ്ടി പിന്നെ സർവീസ് പ്രശ്നം എപ്പോഴുള്ളതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനെയല്ല, നമ്മളെ പരാതികൾ കൃത്യമായിട്ട് നമ്മൾ അറിയിക്കുക. അപ്പോൾ അതിനുള്ളൊരു വഴിയായിട്ട് ഞാൻ സ്വീകരിച്ചത് ആ വീഡിയോ ആയിരുന്നു. അത് കൃത്യമായിട്ട് ടാറ്റ ആ വീഡിയോ പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ കാണുകയും അവിടെ ഒഫീഷ്യൽ ടാറ്റ EV ഒഫീഷ്യൽ ഗ്രൂപ്പ് ആണ് ആ പേജിൽ നിന്നാണ് എനിക്ക് മെസ്സേജ് വന്നത്. പിന്നെ കോൾ വരികയും ചെയ്തു. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ടാറ്റ വളരെ വിജിലൻ്റായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ടാറ്റ പഞ്ച് EV കാരണം ഇപ്പോൾ ഏറ്റവും പരാതി കുറഞ്ഞ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ മൂവ്മെൻ്റ് ഉള്ള, ഏറ്റവും കൂടുതൽ ബുക്കിംഗ് നടക്കുന്ന ഒരു വണ്ടിയാണ് ഇപ്പോൾ പഞ്ച് EV. കാരണം ഇപ്പോൾ പഞ്ച് EV ബുക്ക് ചെയ്യുമ്പോൾ പുതിയ പഞ്ച് EVക്ക് ഏകദേശം 3 മാസം ഇപ്പോൾ ബുക്കിംഗ് മിനിമം പറയുന്നുണ്ട്. അപ്പം അങ്ങനൊരു വണ്ടിക്ക് ഒരു പരാതി എന്ന് പറയുമ്പോഴേക്ക് അവർ ആ വീഡിയോ കണ്ട ഉടനെ അവർ പ്രതികരിക്കുകയും അതുവരെ ഉണ്ടാവാത്തൊരു അപ്ഡേഷൻ അതിന് നടത്തി. KVRൽ അവർ കൃത്യമായിട്ട് ആ അപ്ഡേഷൻ എന്നെ വിളിച്ച് പറഞ്ഞതാണ്, അവിടെ കൊടുത്തോളൂ, നിങ്ങളവിടെ കൊടുത്തോളൂ, വണ്ടി കൊടുത്തോളൂ, ആ ഐറ ആപ്പിൻ്റെ അപ്ഡേഷൻ നടക്കും എന്ന് പറഞ്ഞു. ശരിയായില്ലെങ്കിൽ അവർ വിളിക്കാനുള്ള നമ്പറും തന്നു അവർ. അപ്പം അത്രയും കൃത്യമായിട്ട് ടാറ്റയിൽ ഇടപെട്ടു എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ടാറ്റയുടെ ഒരു പഴയ കാലത്ത് നിന്ന് ടാറ്റ മാറിയിട്ടുണ്ട്. അവർ കൃത്യമായിട്ട് ജനങ്ങളുടെ അല്ലെങ്കിൽ വണ്ടിയുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് നോക്കുന്നുണ്ട്, ആ പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. അപ്പോൾ എനിക്ക് വളരെ പോസിറ്റീവായിട്ടാണ് തോന്നിയത്. ഞാൻ ആ വീഡിയോ ഇട്ട സമയത്ത് അതിന് കുറേ കോളിലേക്ക് വന്നിരുന്നു, ഇങ്ങനെ പ്രശ്നമുണ്ടോ അങ്ങനെ പ്രശ്നമുണ്ടോ വെച്ചിട്ട്. അപ്പോൾ പ്രശ്നങ്ങൾ എന്തുണ്ടെങ്കിലും അത് പരിഹരിക്കപ്പെടുന്നുണ്ട് എന്നൊരു വിശ്വാസം എനിക്ക് ഇതിലുണ്ടായിട്ടുള്ളത്. ടാറ്റ അത് കൃത്യമായി കണ്ടെത്തുകയും ആ പ്രശ്നം നോട്ട് ചെയ്യുകയും അതിന് അപ്ഡേഷൻ വരികയും ആ പ്രശ്നം പരിഹരിക്കുകയും ചെയ്തു. അതോടെ ഇപ്പോൾ എനിക്കുള്ള എല്ലാ ബഗ്ഗുകളും ഇപ്പോൾ തീർന്നു. പിന്നെ ഐറാപ്പിൻ്റെ പ്രശ്നം ഇപ്പോൾ തീർന്നു. അതേപോലെ ഞാൻ അറിയാത്ത ഈ വണ്ടിക്ക് മാനുഫാക്ചറിങ്ങിലുള്ള പ്രശ്നമായിരിക്കാം ഈ റിയർ ബ്രേക്കിൻ്റെ പ്രശ്നം. അതിപ്പോൾ ടാറ്റ തിരിച്ച് വിളിച്ച്, കുറേ വണ്ടി തിരിച്ച് വിളിക്കുന്നുണ്ട്, ഈ ഒരു ബാച്ച്പ്പെട്ട വണ്ടി വിളിക്കുന്നുണ്ട്, തിരിച്ച് വിളിച്ച് അതിൻ്റെ ബ്രേക്കൊക്കെ ഫുള്ളായിട്ട് സെറ്റ് റിയർ ബ്രേക്കിന് സെറ്റ് മാറ്റിയിട്ട് അത് അപ്ഡേഷൻ നടത്തി. ഇപ്പോൾ ഓക്കെയാണ്, സ്മൂത്താണ്. പക്ഷേ റണ്ണിങ്ങിൽ എനിക്ക് നേരത്തെ ബ്രേക്കും ഈ ബ്രേക്കും എനിക്ക് യാതൊരു വ്യത്യാസം ഫീൽ ചെയ്തിട്ടില്ല കേട്ടോ. പക്ഷെ ഞാൻ സംശയിക്കുന്നത് എന്താ വെച്ചാൽ, പഴയ പഞ്ച് EVക്ക് 4 ടയറും ഫ്രണ്ടും ബാക്കും പിന്നെ ഡിസ്ക് ബ്രേക്ക് ആയിരുന്നു. എന്നാൽ പുതിയ പഞ്ച് EVക്ക് അവർ റേറ്റ് കട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്കും ബാക്കിൽ സാധാരണ ഡ്രം ബ്രേക്കുമാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഡ്രം ബ്രേക്കിൽ അവരെന്തെങ്കിലും പോരായ്മർക്ക് തോന്നിയിട്ടുണ്ടാവാം. അതുകൊണ്ടാണല്ലോ അവരെന്ത് ചെയ്തിട്ടുള്ളത്, കൃത്യമായിട്ട് നമ്മളെ ബന്ധപ്പെട്ട് ആ കസ്റ്റമേഴ്സിനെ ഫുള്ള് വിളിച്ച് നമ്മളെ വണ്ടി എവിടുന്നാണ്, ഏത് പിന്നെ ഡിസ്ട്രിബ്യൂട്ടർ നമ്മൾ വണ്ടി വാങ്ങിയിട്ടുള്ളത്, ആ ഡിസ്ട്രിബ്യൂട്ടർ ഇപ്പോൾ ഞാൻ KVR എന്നാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ KVR എന്നാണ് എനിക്ക് വിളി വന്നത്. ഞാൻ KVRൽ കൊണ്ടുവരുമ്പോൾ പ്രശ്നം പരിഹരിച്ച് നമുക്ക് ആവശ്യമായ കിറ്റ് അവർ KVRക്ക് അയച്ചു കൊടുക്കും. അവിടുന്ന് അത് വണ്ടി അത് ക്ലിയർ ചെയ്ത് അപ്ഡേഷൻ നടത്തി നമുക്ക് തിരിച്ചു തരികയാണ് ചെയ്തത്. അപ്പോൾ ഞാനൊരു ബിഗ് സല്യൂട്ട്, ബിഗ് താങ്ക്സ് ടാറ്റയോട് പറയാണ്. കാരണം ഒരു പരാതി, ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞ് 2 ദിവസത്തിനുള്ളിൽ ആ വിഷയം പരിഹരിച്ച് തന്നു എന്നുള്ളതാണ്. കാരണം ഒരു സാധാരണക്കാരനാണ് ഞാൻ, അത്ര വലിയൊരു വ്ളോഗറോ ഇൻഫ്ലുവൻസറോ ഒന്നുമല്ല. ഞാൻ ഈ പഞ്ച് EVൻ്റെ എൻ്റെ അനുഭവങ്ങൾ, എനിക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ, എൻ്റെ അനുഭവങ്ങൾ, എൻ്റെ പിന്നെ EVയുടെ ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ ചേർത്ത് സാധാരണ രീതിയിൽ വിടുന്ന വീഡിയോ ആണ്. അത്ര റേഞ്ച് കയറി പോകുന്ന വീഡിയോ അല്ല, ഒക്കെ വളരെ കുറഞ്ഞ റേഞ്ചിൽ വ്യൂസ് മാത്രമുള്ള വീഡിയോ ആണ്. അത്ര ഒരു വീഡിയോ വരെ അവരത് കണ്ടെത്തി അതിൽ കൃത്യമായി മറുപടി മെസ്സേജ് തരികയും കോൾ ചെയ്യുകയും ആ പ്രശ്നം അപ്ഡേഷൻ നടത്തി പരിഹരിക്കുകയും ചെയ്തു എന്ന് പറയുമ്പോൾ, ഞാൻ ഈ നേരത്തെ കേൾവി ഉണ്ടായിരുന്ന ടാറ്റയുടെ സർവീസിനെ കുറിച്ച് ഞാനിപ്പോൾ അത്ര ഒരു ബോധേടല്ല, എനിക്കൊരു പ്രശ്നം തോന്നിയിട്ടില്ല. കാരണം ഇപ്പം ഞാൻ വിശ്വസിക്കുന്നത് ടാറ്റയുടെ സർവീസ് പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നുണ്ട്. എനിക്ക് എൻ്റെ സ്വയം ബോധ്യമാട്ടത്. ഇതിനെൻ്റെ എല്ലാം കൂടെ എൻ്റെ നേർക്ക് കയറാൻ നിൽക്കണ്ട, ഈ ടാറ്റനെ പൊക്കി പറയാൻ നിൽക്കണ്ട. എൻ്റെ ബോധ്യം അതാണ്. എനിക്ക് നുണ പറയേണ്ട ആവശ്യമില്ല, ഞാൻ നുണ പറയുന്നുമില്ല. എനിക്കുണ്ടായ അനുഭവം മാത്രമേ ഞാൻ വീഡിയോയിലൂടെ പറയുന്നുള്ളൂ. ഇത് ഇവിടെ അവസാനിക്കുന്നതല്ല. ഇനി എനിക്ക് അടുത്തൊരു വിഷയം തോന്നുകയാണ്. ഇപ്പം ഞാൻ ഈ ബ്രേക്കിൻ്റെ അപ്ഡേഷൻ നടത്തി, എന്തെങ്കിലും പ്രശ്നം വരികയാണെങ്കിൽ ഞാനത് വീഡിയോ ചെയ്യും, ഞാൻ വീഡിയോയിലൂടെ പറയും. അതിലൊന്നും യാതൊരു സംശയമില്ല. നെഗറ്റീവ് വേണ്ട, നെഗറ്റീവ് പറയുക തന്നെ ചെയ്യും. പോസിറ്റീവ് വേണ്ട, പറയാതിരിക്കാൻ കഴിയില്ല. പോസിറ്റീവും കൃത്യമായിട്ട് അവതരിപ്പിക്കും. ആരെങ്കിലുമൊക്കെ പഞ്ച് EVയെ കുറിച്ച് പിന്നെ വാങ്ങണോ വേണ്ടയോ എന്ന് ചിന്തിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു സംശയവും വേണ്ട, നല്ല വണ്ടിയാണ്, അത്യാവശ്യം റേഞ്ച് ഉണ്ട്, എക്കണോമിക്കലി റേറ്റ് വളരെ കുറവാണ്. ഈ പ്രൈസിന് ഇത്തരം ഒരു വണ്ടി, ഈ റേഞ്ചുള്ള വണ്ടി കിട്ടാൻ സാധ്യതയില്ല, ഒരു വണ്ടി കിട്ടില്ല.
മറ്റൊരു ഇതിലേറെ നല്ല റേഞ്ച് കൊടുക്കണം, പൈസ കൊടുക്കണം. അപ്പോൾ അതുകൊണ്ട് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ യാതൊരു പേടി വേണ്ട, ടെൻഷൻ വേണ്ട. പുതിയ ന്യൂ ഫേസ് ലിഫ്റ്റ് പഞ്ചീവി ഓക്കെയാണ്. ഇതുവരെ 5000 കിലോമീറ്റർ 5400 കിലോമീറ്റർ ഓടിയിട്ട് എനിക്ക് ആ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഇനി ഉണ്ടെങ്കിൽ അപ്പോൾ ഞാൻ പറയാം. ഓക്കെ.